അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, എത്രയോ ശ്രമിച്ചിട്ടും നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഓരോ കാര്യങ്ങളൊന്നും നടന്നു കിട്ടില്ലെങ്കിലും ഒരുപാട് പ്രയാസത്തിലൂടെയാണോ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്, ഒരുപാട് പ്രശ്നവും വിഷമവും ബുദ്ധിമുട്ടും അങ്ങനെയുള്ള ഒരവസ്ഥയിലാണോ നിങ്ങൾ എങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന സൂറത്ത് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഓതുക. ഇത് വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞതിന് ശേഷമാണ് ഓതി തുടങ്ങേണ്ടത്. അങ്ങനെ പറഞ്ഞാൽ വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞതിന് ശേഷം, നമുക്ക് സ്ത്രീകൾ ളുഹർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം, വെള്ളിയാഴ്ച ദിവസം തന്നെ ളുഹർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം, ജുമുഅക്ക് ശേഷം നമ്മൾ ളുഹർ നിസ്കരിച്ചതിന് ശേഷം അങ്ങനെയാണ് ഇത് ഓതി തുടങ്ങേണ്ടത്. ഒരുപാട് കാലമായി നമ്മൾ വിചാരിച്ച ഓരോ കാര്യങ്ങൾ അങ്ങനെ കിടക്കുകയാണ്. എത്രയോ ശ്രമിച്ചിട്ടും ആ ഒരു കാര്യം നടന്നു കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഈ പറയാൻ പോകുന്ന ഈ ഒരു സൂറത്ത് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഒരു ദിവസവും പോലും ഒഴിവാവാതെ ഓതി നോക്കിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ വിചാരിക്കുന്ന ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, വെള്ളിയാഴ്ച ജുമുഅൻ്റെ ശേഷമാണ് ഇത് തുടങ്ങേണ്ടത്. അതായത് നമ്മൾ സ്ത്രീകൾക്ക് ജുമുഅ ഇല്ല, നമ്മൾ ളുഹർ നിസ്കാരത്തിൻ്റെ ശേഷം തുടങ്ങുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ വെള്ളിയാഴ്ചയാണ്. നാളെ ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഈ ഒരു സൂറത്ത് ഓതി തുടങ്ങുക. അപ്പോൾ ശരിക്ക് കേട്ട് മനസ്സിലാക്കുക എങ്ങനെയൊക്കെയാണ് ഇത് ഓതേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ കേട്ടിട്ട് വേണം നിങ്ങൾ ഇത് ഓതി തുടങ്ങാൻ ഇൻഷാ അല്ലാഹ്. അപ്പം ഒരു വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓതി തുടങ്ങുകയാണ്. അങ്ങനെ മനസ്സിൽ വെക്കുക, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും ഒരു ആഗ്രഹം, ആ കാര്യം എനിക്ക് ഇൻഷാ അല്ലാഹ് നടന്നു കിട്ടണം എന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞതിന് ശേഷം, നമ്മൾ സ്ത്രീകൾ വെള്ളിയാഴ്ച ളുഹർ നിസ്കാരത്തിൻ്റെ ശേഷം ഓതുക. സൂറത്തുൽ ഫത്ഹ് ആണ് ഓതേണ്ടത്. സൂറത്തുൽ ഫത്ഹ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് ഗുണങ്ങൾ, എണ്ണിപ്പറഞ്ഞാലും തീരാത്ത ഗുണങ്ങളുള്ളതാണ് സൂറത്തുൽ ഫത്ഹ്. നമ്മുടെ ഓരോ കാര്യങ്ങളും ഈ ഒരു സൂറത്തുൽ ഫത്ഹ് ഓതിയാൽ നമുക്ക് സാധിച്ചു കിട്ടുന്ന ഒരു സൂറത്തും കൂടിയാണ്. ഈ സൂറത്തുൽ ഫത്ഹ് ഓതേണ്ടത് 7 വട്ടമാണ്. അങ്ങനെ 7 വട്ടം വെള്ളിയാഴ്ച ളുഹർ നിസ്കാരത്തിൻ്റെ ശേഷം ഈ സൂറത്തുൽ ഫത്ഹ് 7 തവണ ഓതിയതിന് ശേഷം പിന്നീട് ഓതേണ്ടത് യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ് എന്നിങ്ങനെ 489 വട്ടമാണ് ചൊല്ലേണ്ടത്. മനസ്സിലായില്ലേ? അങ്ങനെ വെള്ളിയാഴ്ച ജുമുഅൻ്റെ ശേഷം സൂറത്തുൽ ഫത്ഹ് 7 പ്രാവശ്യം ഓതിയതിന് ശേഷം യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ഇസ്മ് 489 വട്ടം ചൊല്ലുക. ഇങ്ങനെ അടുത്ത വെള്ളിയാഴ്ച വരെ എല്ലാ ദിവസവും ളുഹർ നിസ്കാര ശേഷം 7 ദിവസം തുടർച്ചയായിട്ട് ഓതുക. ഇൻഷാ അല്ലാഹ് നാളെ വെള്ളിയാഴ്ച ദിവസമാണല്ലോ. അപ്പോൾ നാളത്തെ ളുഹർ നിസ്കാരത്തിൻ്റെ ശേഷം നിങ്ങൾ സൂറത്തുൽ ഫത്ഹ് 7 തവണ ഓതിയതിന് ശേഷം, അങ്ങനെ ഓതിക്കഴിഞ്ഞതിന് ശേഷം യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ഇസ്മിനെ 789 വട്ടം ചൊല്ലുക. ഇങ്ങനെ നിങ്ങൾ അടുത്ത വെള്ളിയാഴ്ച വരെ തുടരെയായിട്ട് ചെയ്തു പോരുക. അങ്ങനെ 7 ദിവസം തുടർച്ചയായിട്ട് ചെയ്തു പോരുക. ഇതേപോലെ തുടരെ തന്നെ ഓതണം. അല്ലാതെ ഒരു നാളെ ഇപ്പം വെള്ളിയാഴ്ച ഓതി, ഇൻഷാ അല്ലാഹ് നാളെ വെള്ളിയാഴ്ചയാണ്, നാളെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓതി തുടങ്ങാൻ പറ്റുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ജുമുഅൻ്റെ ശേഷം. സ്ത്രീകൾ ളുഹർ നിസ്കാരത്തിൻ്റെ ശേഷം 7 തവണ സൂറത്തുൽ ഫത്ഹ് ഓതുക. അതിൻ്റെ ശേഷം 789 തവണ യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ഇസ്മ് നാളെ ഓതി തുടങ്ങിയിട്ട് അങ്ങനെ മറ്റന്നാൾ, അതിൻ്റെ പിറ്റേന്ന് അങ്ങനെ പോന്നിട്ട് അടുത്ത വെള്ളിയാഴ്ച വരെ നിങ്ങൾ ഓതുക. മനസ്സിലായില്ലേ? അടുത്ത വെള്ളിയാഴ്ച വരെ ഓതുക. അങ്ങനെ 7 ദിവസം തുടരെയായിട്ട് ഓതിപ്പോരുക. ഇതേപോലെ തുടരെ തന്നെ ഓതണം. ഒരു ദിവസം പോലും മിസ്സിങ് ആവാതെ വേണം ഓതാൻ. എന്നാലേ അതിൻ്റേതായ കൂലി നമുക്ക് കിട്ടുള്ളൂ, നമ്മൾ വിചാരിച്ച ആ കാര്യം നടന്ന് കിട്ടുകയുള്ളൂ. ഇതേ രൂപത്തിൽ തന്നെ ഒരു മിസ്റ്റേക്കുമില്ലാതെ ഈ പറഞ്ഞ കോലത്തിൽ നിങ്ങൾ ഓതി വരണം. തുടരെയായിട്ട് ഓതുക. പിന്നെ ഇത് ഓതുമ്പോഴും ഈ സൂറത്തുൽ ഫത്ഹ് ഓതുമ്പോഴും അതുപോലെ ഈ ഇസ്മ് ചൊല്ലുമ്പോഴും ഒരാളോടും സംസാരിക്കാതെ വേണം നിങ്ങൾ ഇത് ഓതാനും ചൊല്ലാനും.
സൂറത്തുൽ ഫത്തഹ് ഓതാനും അതുപോലെ ഈ ഒരു ഇസ്മ് യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മ് ചൊല്ലുമ്പോഴും ഒരാളോട് സംസാരിക്കാതെ വേണം നിങ്ങളിത് ഓതാനും ചെല്ലാനും. അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ കാര്യം പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളെ ആഗ്രഹങ്ങൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ ഒക്കെ ഉള്ളവർ ഇതേ ഒരു രീതിയിൽ ഓതി നോക്കുക. എന്തായാലും അത് സാധിച്ചു കിട്ടുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരുപാട് പ്രയാസം, പ്രശ്നം, ബുദ്ധിമുട്ട്, മാനസികമായിട്ടുള്ള ടെൻഷൻ അങ്ങനെ തുടങ്ങിയ ഓരോ നീറുന്ന പ്രയാസങ്ങളും പ്രശ്നത്തിനും ഒക്കെ പരിഹാരമാണ് ഇതേപോലെ നിങ്ങൾ ചെല്ലുക. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു നിയ്യത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇതേ രീതിയിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു വെള്ളിയാഴ്ച ളുഹറിൻ്റെ ശേഷം തുടങ്ങിയിട്ട് അടുത്ത വെള്ളിയാഴ്ച വരെ നിങ്ങൾ ഇതേ രൂപത്തിൽ ഓതിപ്പോരുക. തീർച്ചയായിട്ടും നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം, പ്രശ്നം എന്തായിക്കോട്ടെ അത് അള്ളാഹു നിങ്ങൾക്ക് തീർത്തു തരുന്നതാണ്. ഇതേ രൂപത്തിൽ തന്നെ ഓതണം. ഒരു ദിവസം പോലും ഒഴിവാവാതെ വേണം ഓതുക. അപ്പം പ്രത്യേകിച്ച് പറയാനുള്ളത്, സ്ത്രീകൾക്ക് മനസ്സ് സമയമാവുമ്പോൾ സൂറത്തുൽ ഫത്തഹ് ഖുർആനിലെ ആയത്താണല്ലോ, അത് ഓതാൻ പാടില്ല, കഴിയില്ല. അപ്പം മനസ്സ് അശുദ്ധി വൃത്തിയായതിന് ശേഷം നിങ്ങളിത് ഓതാൻ തുടങ്ങുക. അല്ലാതെ ഇതിപ്പം നാളെ വെള്ളിയാഴ്ച നിങ്ങൾ ഓതി തുടങ്ങുകയാണെങ്കിൽ 2 ദിവസം ഓതി പിറ്റേന്ന് നിങ്ങൾക്ക് മനസ്സ് ആയാൽ അത് പിന്നീട് അവിടെ സ്റ്റോപ്പായി പോവും അല്ലേ. അതുകൊണ്ട് ശരീരം ശുദ്ധിയായതിന് ശേഷം നിങ്ങളൊരു വെള്ളിയാഴ്ച എങ്ങനെയാണ് നിങ്ങൾക്ക് ഓതി അടുപ്പിച്ച് 7 ദിവസം തുടർച്ചയായിട്ട് കിട്ടുമെന്നുള്ളൊരു ദിവസം നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ എനിക്ക് ഇങ്ങനെ ഓതി തീർക്കാൻ കഴിയും, നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് അറിയാമല്ലോ. അപ്പം ആ ഒരു രീതിയിൽ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു വെള്ളിയാഴ്ച ളുഹറിൻ്റെ ശേഷം തുടങ്ങുക. അടുത്ത വെള്ളിയാഴ്ച ആവുമ്പോഴേക്ക് ഇത് ഓതി തീർക്കുക. അങ്ങനെയാണ് ഇതേ ഒരു രീതിയിലാണ് നിങ്ങൾ ഓതി പോരേണ്ടത്. അപ്പം മെൻസസ്സുള്ള സ്ത്രീകൾ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ഖുർആനിലെ ആയത്താണ്, അല്ലാതെ ഇസ്മ് ചൊല്ലുന്നതിന് ഒരു കുഴപ്പവുമില്ല. യാ ഫത്താഹു യാ അല്ലാ എന്നുള്ളത് ചൊല്ലുന്നതിന് ഒരു പ്രയാസവുമില്ല. അല്ലാതെ സൂറത്തുൽ ഫത്തഹ് ഖുർആനിലെ ഒരു ആയത്താണ്, അത് നമുക്ക് അശുദ്ധിയുള്ള സമയത്ത് ഓതാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഓതാൻ പാടില്ല. അപ്പം നിങ്ങളേതായ നിങ്ങൾക്കുള്ള സമയം, നിങ്ങളുടെ ഡേറ്റ്, നിങ്ങൾക്ക് മെൻസസ് ഡേറ്റ് എന്നാണോ അത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിൽ ഊഹിക്കാവുന്നതേയുള്ളൂ. എനിക്കിപ്പം നാളെ വെള്ളിയാഴ്ച തുടങ്ങിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ എനിക്ക് ഓതി തീർക്കാം, എനിക്ക് പ്രശ്നമുണ്ടാവില്ല എന്ന് അത് നിങ്ങൾക്കറിയാം. അങ്ങനെ നിങ്ങളുടെ ഒരു ഉറപ്പോടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ വെള്ളിയാഴ്ച തുടങ്ങിയിട്ട് ഒരു വെള്ളിയാഴ്ച ജുമുഅൻ്റെ ശേഷം തന്നെ ഓതണം. നമ്മൾ സ്ത്രീകൾ വെള്ളിയാഴ്ച ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് സാധാ നമ്മൾ ചെല്ലുന്നതായ ദിക്റുകളും സലാത്തുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഓതി തുടങ്ങുക. ഇത് ഓതുന്ന സമയത്ത് ഒരാളോട് സംസാരിക്കാതെ വേണം ഓതാൻ. ഈ ഒരു ഇസ്മ് ചൊല്ലുമ്പോഴും അതുപോലെ സൂറത്തുൽ ഫത്തഹ് നിങ്ങൾ ഓതുമ്പോഴും ആരോടും സംസാരിക്കാതെ നല്ല തഖ്വയോട് കൂടി എൻ്റെ മനസ്സിൽ പ്രയാസം തീരാനാണ്. അത്രക്കും നമുക്ക് വിഷമമുള്ള ഒരു കാര്യമൊക്കെ ഇതേ ഒരു രീതിയിൽ വരുമ്പോൾ നമ്മൾ ആരോടും സംസാരിക്കാതെ അതിൻ്റെ ആത്മാർത്ഥതയോട് കൂടി തന്നെ ചെയ്യും അല്ലേ. അങ്ങനെ ചെയ്താൽ, നല്ല ആത്മാർത്ഥതയോട് കൂടി ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉത്തരം കിട്ടും, ഉറപ്പാണ്. അതുകൊണ്ട് ഈ പറഞ്ഞത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ പറഞ്ഞത് ശരിക്കും ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അല്ലാതെ എന്തെങ്കിലും ഫസ്റ്റ് ഒരു തല കേട്ടിട്ട് പിന്നെ അങ്ങോട്ട് ചെല്ലിട്ട് അങ്ങനെ കാര്യമില്ല. ഇത് ശരിക്കും ഞാൻ ഇതിൽ തന്നെ 2-3 പ്രാവശ്യം ഞാൻ ഇതിൽ പറയുന്നുണ്ട്, ഓരോന്ന് ചെല്ലേണ്ടതും പറയേണ്ടതും ഒക്കെ. എന്നാലും ഓരോരുത്തർ കമൻറ്റിൽ വന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്ക് റിപ്ലൈ തരുന്നത് കൊണ്ടെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ ആ ചോദിക്കുന്ന സമയത്ത് എനിക്കതിന് ഉത്തരം നൽകാൻ പറ്റിയില്ല എന്ന് വരും. അപ്പം നിങ്ങൾ ഇത് ചെല്ലാൻ ഒരുങ്ങുന്ന സമയത്തായിരിക്കും എന്നോട് കമൻറ്റിലൂടെ ചോദിക്കുന്നത്, ഇത് എത്ര പ്രാവശ്യമാണ് ഓതേണ്ടത്, അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ തരാൻ കഴിഞ്ഞില്ല എന്ന് വരും. അതുകൊണ്ടാണ്, അല്ലാതെ നിങ്ങൾക്ക് കമൻറ്റിനുള്ള മറുപടി എനിക്ക് തരാൻ പറ്റാത്തത് കൊണ്ടല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ കണ്ണിലത് നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് കണ്ണിൽ പെട്ടില്ല എന്ന് വരും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ തന്നെ, എൻ്റെ വീഡിയോയിൽ ഓരോ കാര്യം പറയുമ്പോൾ തന്നെ 2-3 പ്രാവശ്യം ആവർത്തിച്ച് ഞാൻ പറയാറുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവട്ടെ. ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അത് എനിക്ക് എൻ്റെ ഒരു ഇതാണ്, നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരണം. നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങളോട് അത് ഞാൻ പറഞ്ഞു തരുന്നത്. ഓരോ പ്രയാസത്തിനും ഓരോ പ്രശ്നത്തിനുമുള്ള ഓരോ ദിക്റുകൾ, സലാത്തുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ എണ്ണം അതിനനുസരിച്ച് ഞാൻ പറഞ്ഞു തരേണ്ടത് എൻ്റെ ഒരു ബാധ്യതയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റായിട്ട് ഇങ്ങനെ നിങ്ങളോട് പറയുന്നത്. അപ്പം അതിന് ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ പറയാനുണ്ട്, എന്തിനാണ് ഈ വലിച്ചു നീട്ടി പറയുന്നത് എന്നൊക്കെ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു പോവുകയാണ്.
വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നീട്ടി നീട്ടി പിന്നെയും പറഞ്ഞു തരുന്നത്. ഈ ഒരു രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനിയും എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെയായിട്ട് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ജുമുഅൻ്റെ ശേഷം, വെള്ളിയാഴ്ച ജുമുഅൻ്റെ ശേഷം നമ്മൾ സ്ത്രീകൾ ളുഹർ നിസ്കാരത്തിൻ്റെ ശേഷം സൂറത്തുൽ ഫത്തഹ് 7 വട്ടം ഓതിയതിന് ശേഷം യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മ 489 വട്ടം ചൊല്ലുക. യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മ 489 വട്ടം കേട്ടോ. മറന്നു പോവണ്ട. ഇതേ ഒരു രൂപത്തിൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഇങ്ങനെ എല്ലാ ദിവസവും ളുഹർ നിസ്കാരത്തിന് ശേഷം 7 ദിവസം തുടർച്ചയായിട്ട് ഓതുക. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഇനി ഒരിക്കലും നടക്കില്ല, ഞാൻ എത്രയോ ശ്രമിച്ചിട്ടും എൻ്റെ മനസ്സിലുള്ള ഞാൻ വിചാരിച്ച കാര്യം നടക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നല്ല ഒരു മനസ്സോടെ, നല്ല തെക്കുവയോടെ ഈ ഒരു കാര്യം ഞാൻ ചെയ്താൽ എൻ്റെ ആ കാര്യം നടന്ന് കിട്ടും, അങ്ങനെയുള്ള നല്ലൊരു മനസ്സോട് കൂടിയിട്ട് ശുദ്ധമായ മനസ്സ് വെച്ചുകൊണ്ട് ഒരു ഒന്നുമില്ലാതെ ക്ലീനായ പിഞ്ചു കുട്ടികളെ ഒരു മനസ്സാക്കിക്കൊണ്ട് എങ്ങോട്ടും ശ്രദ്ധയില്ലാതെ ഈ ഓതുന്നതിലേക്ക് ശ്രദ്ധ വെച്ചുകൊണ്ട് ഒന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്തു നോക്കി, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടും. അപ്പം നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ്, മറ്റുള്ളവരുടെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട് അവർക്കൊക്കെ എന്തൊരു സുഖമാണ്, ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഒന്നുമില്ല, എനിക്കാണെങ്കിൽ എന്നും ബുദ്ധിമുട്ടും പ്രയാസവും പ്രശ്നവും എന്നൊക്കെയാണ്. അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നത് കേൾക്കാറുണ്ട്. അത് അവർക്ക് അള്ളാഹു കൊടുത്ത അനുഗ്രഹമാണ്. അങ്ങനെയുള്ള ഒരു ചിന്തകൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ വരാനേ പാടില്ല. അങ്ങനെ നാം ഒരിക്കലും ചിന്തിക്കാനും പാടില്ല. ഓരോരുത്തരുടെ ഓരോ സുഖ സൗകര്യങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് പറയാൻ കഴിയണം മാഷാ അല്ലാ എന്ന്. ഓരോരുത്തർക്ക് അള്ള കൊടുക്കുന്ന ഓരോരോ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ മാഷാ അല്ലാ എന്ന് പറയണം. നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാനേ പാടില്ല. ഓരോരുത്തരുടെ കാര്യങ്ങൾ കണ്ടുകൊണ്ട് അവർക്ക് നല്ല സുഖമാണല്ലോ, അവർക്കൊരു പ്രയാസവുമില്ലല്ലോ, അവർക്കൊരു അസുഖവുമില്ലല്ലോ, അങ്ങനെ ഒരിക്കലും നാം ചിന്തിക്കാൻ പാടില്ല. അവർക്ക് അള്ള കൊടുത്ത അനുഗ്രഹമാണത്. അങ്ങനെ നമുക്കും അള്ളാൻ്റെ അനുഗ്രഹം നമ്മൾ അള്ളാനോട് ചോദിച്ച് വാങ്ങിയെടുക്കണം. ഓരോരോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ദിക്റുകൾ, സ്വലാത്തുകൾ, ഓരോരോ നിസ്കാരങ്ങൾ ഒഴിവാക്കാതെ അങ്ങനെ അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്ത് അനുഗ്രഹങ്ങൾ നമുക്കും അള്ളാഹു തരും. അതുവരെ നമ്മൾ ക്ഷമയോടെ ദുആ ചെയ്ത് കാത്തിരിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.